തെരുവിൽ നിന്ന് പോലീസ് കേസ് ഹെൽമറ്റും ഇല്ലാത്തവനെ പിടിക്കുക, വണ്ടി വെട്ടിച്ചു പോകുന്നവനെ പിടിക്കുക, എന്നിട്ട് കേസ് 350% വർദ്ധിപ്പിച്ചു. അത് മാത്രമല്ല, മലപ്പുറത്ത് അവർ പോലീസ് പിടിച്ച വണ്ടികൾ ലേലം ചെയ്യുന്നത് 6 കോടി രൂപക്കാണ്. 2ാം സ്ഥാനത്തുള്ള തൃശ്ശൂരിൻ്റെ 10 ഇരട്ടിയാണ്. ഈ മതേതര പോലീസിങ്ങിൻ്റെ ഏർപ്പാടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കൃത്യമായിട്ട് വളരെ ടാർഗറ്റ് ചെയ്ത് ഇതൊരു നിസ്സാരമായിട്ട് വിടാവുന്ന കാര്യമല്ല. 2 പ്രശ്നമുണ്ട്. ഒന്ന്, ഇതിൽ ശരിയുണ്ടെന്ന് വിചാരിക്കുന്ന കേരളത്തിൽ ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തിയെടുക്കേണ്ട ഒരു പ്രശ്നമുണ്ട്. രണ്ടാമത്, ഇവിടുത്തെ സഹജീവനത്തിൻ്റെ, ഇവിടുത്തെ മതേതര ജീവിതത്തിൻ്റെ രാഷ്ട്രീയത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. ഇപ്പം ഞാൻ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് രാഷ്ട്രീയം ഉണ്ടാവാം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരാട്ടം നടത്താം. പക്ഷെ മനുഷ്യരെ തമ്മിൽ അകറ്റാൻ ആസൂത്രിതമായി നടത്തുന്ന ഈ വൃത്തികെട്ട സംഘീ കളിക്ക് നിന്നുകൊടുക്കാതിരിക്കാൻ CPM-നടക്കം ഒരു പാർട്ടി എന്ന നിലക്ക് അവർക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നതാണ് ഞങ്ങളുടെ വിചാരം. പക്ഷേ ഷംസീറിനെ പോലെയുള്ളവരുടെ അടുത്ത പ്രതീക്ഷ എന്ന് വെച്ചാൽ CPM-നകത്ത് പുതിയ ഫാക്ടറികൾ രൂപപ്പെട്ടു വരുന്നു. വിജയരാഘവൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരു 2ാമത്തെ ലോബി ശക്തമായി വരികയാണ്. പിണറായി വിജയൻ്റെ കാലം അവസാനിക്കാൻ. പക്ഷേ അവിടെ വരുന്നത് ആരാണ്? സ്വരാജിൻ്റെ ഏജുകാരായിട്ടുള്ള ഷംസീറിനെ പോലുള്ള ആളുകളാണ്. അവരും RSSനെ ഒരു സാധാ പാർട്ടി എന്ന നിലക്ക് കണ്ടാൽ കേരളത്തിൻ്റെ പ്രതീക്ഷ എന്താകും എന്നതാണ് ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം. അതിനിടയിൽ ഈ പ്രശ്നത്തെ ഒരിക്കലൂടെ പറയുന്നു, എലത്തൂർ കേസിനെ ഈ ADG പോലുള്ള ഒരു ക്രിമിനൽ അന്വേഷിച്ച കേസ് നിർബന്ധമായും കേരളത്തിൽ പുനരന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നാണ് അഭിപ്രായം.